5th standard, new chapter, area. In this picture, which is longer? See two trains at a station, which is longer. നമുക്കറിയാം ഈ റെഡ് കളേർഡ് സ്മോളർ ആണ്, അതിനടുത്തിരിക്കുന്നതാണ് ലാർജർ. Okay, next, Remya has two ribbons. She is trying to find out the longer one, which is longer. How do we find out? Hold them side by side, right? Okay, നമുക്കിതെന്ത് ചെയ്താൽ മതി? സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആകും ഏതാണ് വലുതെന്ന്. Here it is a picture of two lines in Ravi's notebook. Two lines ഉണ്ട് അല്ലേ? അപ്പോൾ ടു ലൈൻസ് ഒന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം കുറച്ചും കൂടെ ഫസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൈൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലുതേതാ ചെറുതേതാന്ന് മനസ്സിലാവില്ല. How do we find out which is longer? Here we can't get them closer together to check, and we can tell at a glance, like the trains in the first picture. Trains നെ പറയും നമുക്ക് ഫസ്റ്റ് പിക്ചർ ആണ്, but we can measure and check, right? നമുക്ക് എന്ത് പറയണം, അത് മെഷർ ചെയ്ത് നോക്കണം. ഇപ്പോൾ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഷർ ചെയ്ത് നോക്കണം. Here matchsticks, rectangles. Jose and Rahim have 16 matchsticks each, all of the same length. These are rectangles made by their matchsticks. അപ്പോൾ മാച്ച് സ്റ്റിക്സിനെ കൊണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്റ്റാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു മാച്ച് ബോക്സിലെ മാച്ച് സ്റ്റിക്സ് ഒക്കെ സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ച് സ്റ്റിക്സും ഉണ്ട്. ഹൗ മെനി മാച്ച് സ്റ്റിക്ക്? 16 മാച്ച് സ്റ്റിക്സ്. ജോസ് ആൻഡ് റഹീം ഹാവ് 16 മാച്ച് സ്റ്റിക്സ്. അപ്പോൾ രണ്ടുപേരുടെ കയ്യിലും 16 മാച്ച് സ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് 16 മാച്ച് സ്റ്റിക്സ് കൊണ്ട് ഉണ്ടാക്കിയ റെക്റ്റാങ്കിളാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. Okay, here 1 and here how many here? 1 2 3 4 5 6 7. 7 length and 1 breadth. And the Rahim rectangle is here 2 and here 6. 1 2 3 4 5 6. ഇവിടെ 7ഉം 1ഉം ആയിരുന്നു, ഇവിടെ 6ഉം 2 ആയിരുന്നു. ഓക്കെ, ഇതുപോലെ നമുക്കറിയാം ഇത് ടോട്ടൽ എന്താണ്, 16 തന്നെയാണ്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 7 ആണ്, ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ 6 ആണ്. ഇനി നമുക്കറിയാം 3 ആകുമ്പോൾ എന്ത് വേണം, 4 വരും. അങ്ങനെയൊക്കെ നമുക്ക് മാറി മാറിയിട്ട് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. Can we draw other rectangles? 16 matchsticks. Here 3 and here 1 2 3 4 5. ഇവിടെ 5. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും, അത് 16 matchsticks ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ്, 4ഉം 4ഉം ആണ്. 4ഉം 4ഉം ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് 16 matchsticks ആണ്. ഇങ്ങോട്ടേക്ക് 4ഉം ഇങ്ങോട്ടേക്ക് 4. അപ്പോൾ ടോട്ടൽ 16 matchsticks യൂസ്ഡ് ഹിയർ. Can we make any other rectangles? Here made 4 rectangles. നമുക്ക് ഇവിടെ ഇപ്പം ഇത്രയും മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫിഗർ ഇസ് ദിസ് വൺ. 16 മാച്ച് കൊണ്ട് വരയ്ക്കുന്നതാണ്. ഇത് 16 ആണ്, ഇത് 16 ആണ്, ഇതും 16 ആണ്, ഇതും 16 ആണ്. അപ്പോൾ 16 കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നത് അത്രയും നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊക്കെ പൊതുവായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈൻസിൽ 7 മാച്ച് ലോങ് സൈഡ് ആൻഡ് 1 മാച്ച് വൈഡ്. വൈഡ് മീൻസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഇങ്ങോട്ടേക്ക് 7 മാച്ച് ആണ്, ഇവിടെ സൈഡിൽ 1 ഉള്ളൂ. ഇവിടെ എത്തുമ്പോൾ അത് 2 ആണ്, ലെങ്ത്തിൽ 6 ആണ്. അപ്പോൾ ലെങ്ത്തിൽ 6 ആണ്, ലെങ്ത്തിൽ 6 മാച്ച് ലോങ്. സെക്കൻഡ് ഫിഗർ 6 മാച്ച് ലോങ് ആൻഡ് 2 മാച്ച് വൈഡ്. ആൻഡ് തേർഡ് പിക്ചർ 5 മാച്ച് ലോങ് ആൻഡ് 3 മാച്ച് സൈഡ്. സ്ട്രെയിറ്റ് ആയിട്ട് 5ഉം ഇങ്ങനെ കുത്തനെ നമ്മുടെ 3ഉം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് ഫിഗറിൽ 4ഉം 4ഉം ആണ്. ഇൻ ഓൾ ദീസ്, if there any relation between the number of matchsticks along the length and width and the total number of matchsticks. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന മാച്ച്സ്റ്റിക്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ മാച്ച്സ്റ്റിക്സ് ആണ് കിട്ടുക. ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ 5ഉം 3ഉം ആണ്. 5ഉം 3ഉം എന്താണ്, 8 ആണ്. 4ഉം 4ഉം 8 ആണ്. എല്ലായ്പ്പോഴും നമുക്കതിൻ്റെ സം എന്താണ് കിട്ടുന്നത്, 8 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഫിഗർ 1ഉം 7ഉം ആണ്. 7 ലെങ്ത്തും 1 ബ്രെഡ്ത്തും ആയിരുന്നു. സോ അതിൻ്റെ സം എന്താണ്, 8 ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക, 8 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് യുവർ ടോട്ടൽ നമ്പർ 16 ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് P. ദാറ്റ് ഈസ് മീൻ പെരിമീറ്റർ. നമ്മൾ ടോട്ടൽ യൂസ് ചെയ്ത മാച്ച്സ്റ്റിക്സിനെ നമ്മൾ പെരിമീറ്റർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പെരിമീറ്റർ, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഈസ് ദ റിലേഷൻ.
relation is what here? In all these, if there any relation between the number of mastics along the length and width and total number of mastics. അപ്പം നമുക്ക് എന്ത് പറയാം, ലെങ്ത്തും വിഡ്ത്തും ആഡ് ചെയ്തിട്ട് ഡബിളാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ മാസ്റ്റിക്സ് കിട്ടുക. അപ്പം നമ്മൾ എന്ത് പറയാം, നമ്മൾ ആഡ് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്, then double it, then we got the total number of mastics. ഇനി നമുക്ക് 20 മാസ്റ്റിക്സ് ആയാലും 24 മാസ്റ്റിക്സ് ആയാലും ഒക്കെ എങ്ങനെയാണ് അതൊക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതുപോലെ 15 മാസ്റ്റിക്സ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇതേപോലെ റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. In this lesson, I give some notes to you. First write area heading, area unit 6, mastics rectangles. How to make rectangles with 16 mastics. 16 മാസ്റ്റിക്സ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ഫോം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 1 ആണ്, ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ലൈൻ ചെയ്യുക, റൗണ്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മുടെ മാസ്റ്റിക്സ് കൊണ്ട് ഡ്രോ ചെയ്തിട്ടുള്ളതാണ്. 7 മാസ്റ്റിക്സ് ലോങ് ആൻഡ് 1 ഈസ് വൈഡ്. Therefore 7 plus 1 plus 7 plus 1. Total number equal to 16. Second figure, 1, 2, 3, 4. 2 both sides 2. Used 2 mastics and the other two sides 1, 2, 3, 4, 5, 6. 6, 2, 6, 2. Total 16. Next figure, 3 and 5. 5 mastics long and 3 wide. 5 here and 3 here. Then 5 plus 3 equal to 16. And fourth figure, 4 mastics here, 4 mastics here. Then 4 plus 4, 4 plus 4 plus 4. We know that totally 16. Full 4 plus 4 plus 4 plus 4. All sides add to get 16. Full side add to get 15. So sorry, 16. Totally 16 mastics. Here we add length and breadth 2 times, we get the total number. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ലെങ്ത്തും ബ്രെഡ്ത്തും 2 times ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ കിട്ടും. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മാസ്റ്റിക്സ്. നമുക്ക് മൊത്തം പെരിമീറ്റർ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ മാസ്റ്റിക്സ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. അതായത് ഫുൾ നമ്മളതിൻ്റെ പെരിമീറ്റർ കണ്ടാൽ നമുക്ക് കിട്ടുക എന്താണ്, നമ്പർ ഓഫ് മാസ്റ്റിക്സ് ആയിരിക്കും. In what all ways can we make rectangle with 20 mastics? നമുക്ക് 20 മാസ്റ്റിക്സ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് 2 into l plus b equal to 20, then l plus b equal to 10. ഓക്കെ, 10 എങ്ങനെയൊക്കെ കിട്ടും നമുക്ക്, 1ഉം 9ഉം. അതായത് 9 സെൻറ്റിമീറ്റർ, ഫസ്റ്റ് ഡ്രോ 9 സെൻറ്റിമീറ്റർ, then dot every 1 centimeter you write a node, you draw a circle or draw a point or write a point or mark a point. Then with this 2 ends 1 centimeter. Total take 9 centimeter and take 1 centimeter. Then this is our first figure. Second is 2 and 8. Take 2 is breadth and here is also 2 and other length is, second length is 8. Therefore 2 plus 8 plus 2 plus 8 equal to 20. Next here 3 and 7. നമുക്ക് വേണ്ടുന്നത് 20 ആണ്. 20 എന്ന് പറയുമ്പോൾ നമ്മൾ 10 കിട്ടുന്ന നമ്പേഴ്സ് എടുത്താൽ മതി. 1 plus 9 എടുത്തു, 2 plus 8 എടുത്തു, നെക്സ്റ്റ് 3 plus 9, 3 plus 7, നെക്സ്റ്റ് 4 plus 6, നെക്സ്റ്റ് 5 plus 5. 5 plus 5 every side is equal, therefore this is a square. What about 24 matches? 24 matches we take l plus b equal to 12. 20 ആകുമ്പോൾ നമ്മൾ l plus b എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് എടുത്തു. l plus b equal to 12. l plus b 12 വരുന്ന ഏത് നമ്പേഴ്സും നമുക്ക് എടുക്കാം. 1, 11, 2, 10, 3, 9, 4, 8, 5, 7, 6, same number. Can we make a rectangle with 15 mastics? Why? നമുക്ക് 15 മാസ്റ്റിക്സ് കൊണ്ട് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവിടെ ഇപ്പോൾ 2 × l plus b equal to 15, l plus b equal to 15/2.
ദാറ്റ്സ് ഈക്വൽ ടു 7.5. അപ്പോൾ 0.5 വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാസ്റ്റിക്സ് എന്ത് ചെയ്യേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും. വി കനോട്ട് കട്ട് ദ മാസ്റ്റിക്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാസ്റ്റിക്സ് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഒരുപോലെ തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ട്. Next, how many small squares can we make in a rectangle with 7 mastics long and 1 mastics wide? നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര സ്ക്വയേഴ്സ് കട്ട് ചെയ്യാം, 1ഉം 7ഉം ആകുമ്പോൾ നമുക്ക് എത്ര മാസ്റ്റിക്സ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ വരഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാൽ മനസ്സിലാവും. ഹിയർ 1 and 1 2 3 4 5 6 7. How many mastics here used? Here 1 2 3 4 5 6 7 8. ടോട്ടൽ 16 മാസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും വേണ്ട. നമ്മൾ ലെങ്ത്തിൽ 7ഉം ബ്രെഡ്ത്തിൽ 1 മാത്രമേ പറഞ്ഞുള്ളൂ. ടോട്ടൽ മാസ്റ്റിക്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇവിടെ 1ഉം ഇവിടെ 7ഉമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്ക്വയേഴ്സ്, ഹൗ മെനി സ്ക്വയേഴ്സ് ഹിയർ? 1 2 3 4 5 6 7. Here how many squares you write in that place? 7 squares. What about splitting Rahim's rectangle into squares of same size? ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് എത്ര സ്ക്വയേഴ്സ് കിട്ടും? Here in this side 2. Here 1 2 3 4 5 6. Total squares is 12. Total squares is 12. Here 6 and here 2. 6 into 2 12. We multiply here 1 into 7 7 squares. Here 2 into 6 12 squares. And the next figure. Here 1 2 3 4 5 squares in row. Then how many rows? 1 2 3 rows. Here you draw a straight line, then cut in this way. Here total squares is here 3 and here 5. Therefore total squares is 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. How to get it? Here 3 and 5. Here 3 width and 5 is long. Long means length. ഈ സൈഡ് 5ഉം ഈ സൈഡ് 3ഉം ആണ്. സോ യു മൾട്ടിപ്ലൈ 5 into 3. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കാണാൻ മൾട്ടിപ്ലൈ ദാറ്റ് നമ്പേഴ്സ്. Okay, squares in rectangle. How many small squares can we make in a rectangle with 7 mastics long and 1 mastics wide? 7 into 1 equal to 7 squares. How many small squares can we make in a rectangle with 6 mastics long and 2 mastics wide? 6 into 2 equal to 12. Total, we want to make a total 12 squares. Okay, next 5 mastics long and 3 wide. 5 long and 3 wide. 5 into 3 equal to 15. 14 mastics long and 6 wide. Okay, 6 wide. 14 mastics long. 40 ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 14ഉം കുത്തനെ 6ഉം ആണുള്ളത്. സോ ടോട്ടൽ ഈസ് വി മൾട്ടിപ്പിൾ 14 into 6. 6 4s are 24 to balance. 6 into 1 6 plus 2 8. Therefore 84 squares. Rani and Veena have rectangular cardboard pieces. Rani's body is 7 cm long and 3 cm wide. Veena's cardboard is 6 cm long and 4 cm wide. From whose cardboard can we cut out more squares of side 1 cm? അപ്പോൾ നമ്മളിത് ലെങ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴേ നമുക്കൊരു കാര്യം ഓർമ്മിച്ചാൽ മതി. റാണീൻ്റെ എങ്ങനെയാണ്? റാണീസ് ബോർഡ് 7 ലോങ്, 7 ആണ് ലോങ്. റാണീസ് ബോർഡ് 7 ലോങ് ആൻഡ് 3 വൈഡ്. ടോട്ടൽ സ്ക്വയേഴ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ. 7 into 3 equal to 21. And Veena's cardboard here 6 and 4. The 6 long and 4 centimeter. Therefore total squares equal to 6 into 4 equal to 24. Therefore who got more? Here our question is from whose cardboard can we cut out more squares or side? Whose cardboard is more? കൂടുതൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് Veena's cardboard.
Okay, here area formula equal to area of the rectangle equal to length into width or length into breadth. നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന സൈഡ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കിട്ടും. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഓർ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. Okay, let us take a cardboard piece length 7 cm and width 3 cm. Draw here this type of figure. Total in one row we draw 7 squares or side 1 cm. How many row like this we make here? 3, right? 3 rows. അതായത് ഇതേപോലെ 3 rows ഉണ്ട്. ഇവിടെ നമ്മൾ ലൈൻ വരഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. കുത്തനെ ഇങ്ങനെ തന്നെ വരയ്ക്കുക. Therefore here 3, right? Total number of squares equal to 7 into 3 equal to 21. First, how many row? Here draw 7 squares. 1, 2, 3, 4, 5, 6, 7 squares in one row. Okay, one row 7. Then second row. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈൻസ് ഇതേപോലെ വരിക. ഇതുപോലെ തന്നെ സ്ക്വയേഴ്സ് ഫോം ചെയ്യുക. പെൻസിൽ യൂസ് ചെയ്തിട്ട് മാത്രമേ ടെക്സ്റ്റ് ബുക്കിലോ കംപ്ലീറ്റ് ചെയ്യാവൂ. Therefore total squares equal to 21. Here how many rows like this? We can be make 3. 7 into 3 equal to 21. Now can you find out how many rows വീണാസ്? വീണാസിന് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. പക്ഷേ വീണാസിന് 6 into 4 ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6. ഹിയർ 6 ആൻഡ് ഹിയർ 4. അപ്പോൾ ഇതേപോലെ തന്നെ ലൈൻസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വരിക. കട്ട് ചെയ്ത് വരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ ഹൗ മെനി വാട്ട് യു ഗെറ്റ് 24 സ്ക്വയേഴ്സ്. വീണ ഗോട്ട് 3 സ്ക്വയേഴ്സ് മോർ ദാൻ റാണി. റാണിക്ക് എത്രയായിരുന്നു കിട്ടിയിട്ടുള്ളത്? 21 ആണ്. ഹിയർ 24. Therefore why did വീണ ഗോട്ട് 3 സ്ക്വയേഴ്സ് മോർ ദാൻ റാണി? Why did this happen? അത് ഏതാണ് കൂടുതൽ? ബിക്കോസ് വീണ സ്പേസ് ഈസ് മോർ സ്പേസ് വിത്തിൻ, റൈറ്റ്? ഇതാണ് കുറച്ചും കൂടെ സ്പേസ് കൂടുതലുള്ളത്. ഇതിനേക്കാളും ഇതാണ് വലുത്. മെഷർ ഓ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേപോലെ നമുക്ക് റെക്റ്റാങ്കിൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാ വലുത് എന്ന് പറയാൻ പറ്റും. ഒരേപോലെ ആണെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് ഈക്വൽ ആണ്. സോ വി നോ ദാറ്റ് റെഡ് കളേർഡ് ഈസ് മോർ സ്പേസ് ഇൻസൈഡ്. അപ്പോൾ ഇതാണ് വലിയ പിക്ചർ എന്ന് പറയാൻ പറ്റും. കൺസിഡർ 100 rupee നോട്ട് ആൻഡ് 10 rupee നോട്ട് വിച്ച് ഈസ് more biggest or more space is 100 rupee. 100 rupee note is larger. Therefore 100 which has more space within 100. Okay, next here number space. Here Ravi has 2 cardboard pieces. He is trying to find out which has more space within. He played one and above the other. Can he say which one has more space inside? Why? ഇവിടെ എന്തുണ്ട്? ഗ്രീൻ കളേർഡ് പാർട്ടുണ്ട്, റെഡ് കളേർഡ് പാർട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 6 cm ആണ്. അപ്പോൾ 6 cm എടുക്കുക, ഡോട്ട് ഇടാം. ഇങ്ങോട്ട് സൈഡിൽ എന്ത് ചെയ്യുക, 5 cm എടുക്കുക, ഡോട്ട് ഇടാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്ക്വയേഴ്സ് ഫോം ചെയ്യുക. ദെൻ വി നോ ദാറ്റ് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ദിസ് ഫിഗർ, ഇൻ ദിസ് ഗ്രീൻ പാർട്ട് 5 into 6 equal to 30. In this figure we can calculate 30 squares. And here 4 into 7, 4 7s are 28 squares. Here 30 and here 28 squares. Next let's ഇതേപോലെയാണ് നമ്മൾ സ്ക്വയേഴ്സ് ഫോം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 5 cm ആണ്. ഓരോ 1 cm എടുക്കുക, ഡോട്ട് മാർക്ക് ചെയ്യുക. ഇത് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ. Then how many squares here? 5 into 6 30. In green colored portion 5 into 6 equal to 30. Red colored portion 4 into 7 equal to 28 small squares. Now can we say which one has more space inside? ഇത് 30 ആണ്, ഇത് 28 ആണ്. Which one has more space? Green colored part has more space. Therefore write green colored has more space. We say that area of square or side 1 cm is 1 square centimeter. നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് 1ഉം ബ്രെഡ്ത്ത് 1ഉം ആണ്. അത് കുഞ്ഞു നമ്മുടെ സ്ക്വയർ, ചെറിയ സ്ക്വയറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ 1 വരെ, ലെങ്ത്തും ബ്രെഡ്ത്തും 1 ആണ്. സോ 1 into 1 equal to 1. Here area formula, here 5 and 9, total is equal to 45. Here imagine a grid of horizontal and vertical lines. How many squares are there in each row? Each row 9 squares. Row means ഇതുപോലെ താഴെ വരുന്നതിനാണ്, കുത്തനെ വരുന്നതിനെയാണ് കോളം എന്ന് പറയുക. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് റോ. ഓക്കെ, how many? 9. And how many such rows? എത്ര എണ്ണം ഉണ്ട് അതേപോലത്തത്? 5.
5 എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ അങ്ങനെ 5 ലൈൻസ് ഉണ്ടാവും. സോ ഹിയർ ഹൗ മെനി സച്ച് റോസ്? 5. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റോ? 9. എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഓരോ റോയിലും? 9. ഹൗ മെനി റോസ്? 5. നൗ cannot say what is the area of rectangle. 9 5s are 45. 5 into 9 45 or 9 into 5 45. We can write like this. Area of rectangle equal to length into width. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വേണ്ടിയിട്ട് മതി. Can you easily compute the area of rectangle of length 20 cm and width 10 cm? അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 20 cm ആൻഡ് വെഡ്ത്ത്. അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. സോ ഏരിയ ഈക്വൽ ടു 20 ഇൻറ്റു 10. 20 ഇൻറ്റു 10 ഈക്വൽ ടു 200. 20 ഇൻറ്റു 10 ഈക്വൽ ടു 200. 20 ഇൻറ്റു 10 ഈക്വൽ ടു 200.